ശാരദ ചിട്ടി ഫണ്ട് കേസിൽ കൊൽക്കത്ത കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ CBI ഉദ്യോഗസ്ഥരെ തടഞ്ഞ ബംഗാൾ പോലീസിന്റെയും സർക്കാരിന്റെയും നടപടിക്കെതിരെ CBI സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ ഹർജിയിൽ കാര്യമായ ഒന്നുമില്ലെന്നും തെളിവുകൾ നശിപ്പിച്ചതിന്റെ രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. തെളിവുകൾ ഹാജരാക്കിയാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു. കേസ് ഇന്ന് കേൾക്കാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. CBI നൽകിയ കോടതിയലക്ഷ്യ ഹർജി നാളെ പരിഗണിക്കുമ്പോൾ തെളിവുകൾ ഹാജരാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്നായിരുന്നു CBIയുടെ ആവശ്യം. അന്വേഷണ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതും FIR എടുത്തതും അസാധാരണമായ സാഹചര്യമാണെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. DGPക്കും ചീഫ് സെക്രട്ടറിക്കുമെതിരെ നടപടിയെടുക്കണമെന്നാണ് CBI കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് നാളെ തീരുമാനമുണ്ടാകും. അതേസമയം ബംഗാളിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഗവർണറോട് റിപ്പോർട്ട് തേടി. CBI ഉദ്യോഗസ്ഥരെ സംസ്ഥാന പോലീസ് ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും തടയുകയും ചെയ്തെന്ന് ഗവർണർ പ്രാഥമിക റിപ്പോർട്ട് നൽകി. സംഭവത്തിന് പിന്നാലെ പോലീസ് സംസ്ഥാനത്തെ CBI ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ റെയ്ഡ് നടത്തി. CBIയുടെ കൊൽക്കത്ത ഓഫീസ് വളയാനെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ സൈന്യത്തിന്റെ സഹായം തേടി. ഓഫീസ് ഇപ്പോൾ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ സുരക്ഷയിലാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് CBIക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. കഴിഞ്ഞ നവംബർ 16-നാണ് അനുമതി ഇല്ലാതാക്കിയത്. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന CBIക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് അന്വേഷണം നടത്തണമെങ്കിൽ അവിടുത്തെ സർക്കാരിന്റെ അനുമതി വേണം. അതനുസരിച്ച് ആന്ധ്രാപ്രദേശും ഛത്തീസ്ഗഡും കഴിഞ്ഞ വർഷം CBIക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചു. 1998 മുതൽ കർണാടകയിൽ CBIക്ക് പ്രവർത്തനാനുമതിയില്ല. നാഗാലാൻഡിലും സിക്കിമിലും നേരത്തെ അനുമതി ഇല്ലാതാക്കി. ഇതനുസരിച്ചാണ് കൊൽക്കത്തയിൽ ഇന്നലെ മമതാ സർക്കാർ നടപടി സ്വീകരിച്ചത്. ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസിൽ മമതാ ബാനർജിയും BJPയും ഇത്രയും നാൾ ഒത്തുകളിക്കുകയായിരുന്നെന്ന് CPM ആരോപിച്ചു. മമതയുടെ അഴിമതിക്ക് BJP കൂട്ടുനിൽക്കുകയായിരുന്നു. അവരെ കൂട്ടുപിടിച്ച് വീണ്ടും അധികാരത്തിലെത്താമെന്നാണ് BJP കരുതിയിരുന്നത്. എന്നാൽ അടുത്തിടെ മമത BJPക്കെതിരെ റാലി നയിച്ചതോടെ കാര്യങ്ങൾ മാറി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഹെലികോപ്റ്ററിൽ ബംഗാളിൽ ഇറങ്ങാൻ മമതാ സർക്കാർ അനുമതി നിഷേധിച്ചു. അതിനു മുമ്പ് അമിത് ഷായുടെ ഹെലികോപ്റ്റർ ഇറങ്ങാനും അനുമതി നിഷേധിച്ചിരുന്നു. അന്ന് തുടങ്ങിയ പോരാണ് ഇന്നലത്തെ CBI നാടകത്തിൽ എത്തിയത്. നാടകാന്ത്യം നാളെ സുപ്രീം കോടതിയിൽ തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.